നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും, ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ കള്ളം പറയുന്നുണ്ട്, ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നിൽ കുറവുകളുണ്ടല്ലോ, എനിക്ക് അങ്ങനെയുള്ള സ്വഭാവ വൈകല്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ നോക്കുമ്പോൾ ഞാൻ പാപിയാണല്ലോ, കുറ്റക്കാരനാണല്ലോ. അപ്പോൾ എനിക്ക് രക്ഷ വേണ്ടേ? അപ്പോൾ അത് സ്വാഭാവികമായും ന്യായമായും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇന്ന് പാപിയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എനിക്കുണ്ടായി വരുന്നത്. ജനിച്ചപ്പോൾ അപ്പത്തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അത് തെറ്റാണ്, ഇത് തെറ്റാണെന്ന് എന്നെ കോൺസ്റ്റൻ്റായിട്ട് കേൾപ്പിച്ച് തെറ്റുകളുടെ ഒരു സമാഹാരമാണ് എൻ്റെ തലയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ ലംഘനങ്ങൾ ഞാൻ തെറ്റുകാരനാണ്, കുഴപ്പക്കാരനാണ്, പാപിയാണ് എന്ന് എന്നെ തന്നെ റിമൈൻഡർ ആക്കുന്നത്. പക്ഷേ എനിക്ക് നൽകേണ്ടത് ശരിക്കുമുള്ള വിവേചന ബുദ്ധിയാണ്, ശരിക്കും ഞാൻ ആരാണെന്നുള്ള ബോധമാണ്. ആ രീതിയിൽ എന്നെ ഒന്ന് നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായി എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എന്നെ എന്താ പഠിപ്പിക്കേണ്ടത്? എടാ, നീ പാപിയാണെന്ന് പറയുകയല്ല, നീ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയല്ല, നിനക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ടെന്ന് പറയുകയല്ല, അങ്ങനെ എല്ലാം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്നെ ഫീഡ് ചെയ്യല്ല വേണ്ടത്. തിരിച്ചാ പറയേണ്ടടാ, യു ആർ ഹോളി, നീ വിശുദ്ധനാണ്, നീ നീതിമാനാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ട് യു ആർ ഓൾവേസ് ഹോളി, യു ആർ എ ഡിവൈൻ പേഴ്സൺ. ഈ രീതിയിൽ നമ്മുടെ ശരിക്കുമുള്ള അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തന്നു കഴിഞ്ഞാൽ, അതിൽ ജീവിക്കാനായിട്ടുള്ള ട്രെയിനിങ് എനിക്ക് തന്നു കഴിഞ്ഞാൽ, ഈ പറയുന്ന ചപലതകളൊന്നും എൻ്റെ ലൈഫിനകത്ത് ഉണ്ടാകില്ല. ഐ വിൽ ലീഡ് എ ഹോളി ലൈഫ്. സോ ഈ രീതിയിലാണ് ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യേണ്ടത്. അത് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഈ തരത്തിൽ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യണമെന്നാണ് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാത്തതാണ് ഈ വിഷയത്തിന് കാരണം, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ റൂട്ട് കോസ്. അപ്പോൾ ഇവിടെ പ്രശ്നം ആരാ ഉണ്ടാക്കുന്നത്? നമ്മളാണോ ഉണ്ടാക്കിയത്? അതോ നമ്മളെ പഠിപ്പിച്ചവരാണോ നമ്മളെ വഴിതെറ്റിച്ചത്? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഈ മതവക്താക്കളും മതവുമാണ് ഏറ്റവും വലിയ കുഴപ്പം. വേണ്ടാത്ത അനാവശ്യമായി മനുഷ്യരെ തെറ്റിക്കുന്ന മതങ്ങളെയും മതവക്താക്കളെയും ബാൻ ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൽ ഏറ്റവും ഭീകരമായ തീവ്രവാദ സംഘടന പെന്തിക്കോസ് തന്നെയാണ്. കാരണം അവരാണ് കവലകൾ തോറും മൈക്ക് കെട്ടി വെച്ച് ഈ ഒരു പ്രശ്നത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പെന്തക്കോസിനെ ബാൻ ചെയ്യുക, അത് കഴിഞ്ഞ് ക്രിസ്തീയ മതത്തെ ബാൻ ചെയ്യുക, അത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള വിദേശ മതങ്ങളെല്ലാം ബാൻ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ പ്യൂരിറ്റിയിൽ ജീവിക്കാനായിട്ടുള്ള അഡ്വൈസസ്, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും.